KTU BTech Mechanical Engineering 7th സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 1 എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്താണ്, ദെൻ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 പ്രോബ്ലംസൊക്കെ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കണ്ടു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ എഫക്റ്റും ദെൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി എന്താണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ, അതേപോലെ എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഹൈ സ്ട്രെസ്സസ് ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ഇഷ്യൂ. ദെൻ അതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലും അതേപോലെ അവിടുത്തെ ലോഡിങ്ങിൻ്റെ ബിഹേവിയർ അനുസരിച്ചും ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷനിലെ എഫക്റ്റുകൾക്ക് മാറ്റമുണ്ട്. ഇപ്പോൾ ജനറലി നമ്മൾ എൻജിനീയറിംഗ് മെറ്റീരിയൽസ് പറയുമ്പോൾ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് ഉണ്ട്, റിജിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഇലാസ്റ്റിക് മെറ്റീരിയൽസിൽ തന്നെ അവിടെ ഒരു ഡക്റ്റൈൽ ബിഹേവിയർ ഉണ്ടാവാറുണ്ട്. ദെൻ ബ്രിട്ടിൽ മെറ്റീരിയൽസ്, റിജിഡ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ബ്രിട്ടിൽ ബിഹേവിയർ കാണിക്കുന്ന മെറ്റീരിയൽസ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ ബിഹേവിയറിനനുസരിച്ച് സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ എഫക്റ്റുകൾക്ക് മാറ്റമുണ്ട്. അതേപോലെ ലോഡുകൾ, ചില സമയത്ത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ലോഡുകളായിരിക്കും ആക്ട് ചെയ്യുന്നത്, ചില സമയത്ത് ഇമ്പാക്റ്റ് ലോഡുകൾ ഉണ്ടാവാറുണ്ട്, ചില സമയത്ത് വേരിയിങ് ലോഡ് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ലോഡുകൾ ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ലോഡിങ് കണ്ടീഷൻസ് അനുസരിച്ചും നമ്മുടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് വേരി ചെയ്യുന്നുണ്ട്. ദെൻ ഡക്റ്റൈൽ മെറ്റീരിയൽസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ലോഡിങ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ yീൽഡ് സ്ട്രെസ്സാണ് അവിടുത്തെ ഫെയിലിയർ ക്രൈറ്റീരിയ. സ്റ്റീലാണ്, നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്തു, yീൽഡ് സ്ട്രെസ് എത്തിക്കഴിഞ്ഞാൽ അവിടെ yീൽഡ് സ്ട്രെസ്സിന് മേലെ പോയാൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കും, മെറ്റീരിയൽ ഡീഫോം ചെയ്യും, ബെൻഡ് ചെയ്യും, അതല്ലെങ്കിൽ ഷേപ്പിലുള്ള ചേഞ്ചുകൾ ഉണ്ടാവാം. അപ്പോൾ അതാണ് അതിൻ്റെ ഫെയിലിയർ ക്രൈറ്റീരിയ. yീൽഡ് സ്ട്രെസ് ഒരിക്കലും എത്താൻ പാടില്ല. yീൽഡ് സ്ട്രെസ് എത്തിക്കഴിഞ്ഞാൽ ഡക്റ്റൈൽ മെറ്റീരിയൽ ഫെയിൽ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. പക്ഷേ സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ കേസിൽ ഒരു സ്റ്റാറ്റിക് ലോഡാണ് നമ്മൾ ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ വലിയ എഫക്റ്റുകൾ ഉണ്ടാവുന്നില്ല. ഓക്കെ, സ്റ്റീലാണ്, സ്റ്റാറ്റിക് ആയിട്ടൊരു ലോഡാണ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ കൺസിഡർ ചെയ്യണ്ട, അതിൻ്റെ എഫക്റ്റ് വളരെ കുറവാണ്. അതേസമയം ഡക്റ്റൈൽ മെറ്റീരിയലിൽ തന്നെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ലോഡാണ് ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. വേരിയിങ് ആയിട്ടുള്ള ലോഡ്, അതല്ലെങ്കിൽ ഒരു ഫാറ്റിക് ലോഡ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്, വേരിയിങ് ലോഡ്, ഫാറ്റിക് ലോഡ് എന്നൊക്കെ പറയുന്നത് ഒരേ സാധനം തന്നെയാണ്. ദെൻ ആ സമയത്ത് ഫെയിലിയർ ക്രൈറ്റീരിയ, ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സാധാരണ ഫെയിലിയർ ക്രൈറ്റീരിയ എന്നുള്ളത് yീൽഡ് സ്ട്രെസ് ആണ്. ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് വരുന്ന കേസിൽ അത് എൻഡ്യൂറൻസ് ലിമിറ്റ് സ്ട്രെസ്സിലേക്ക് മാറും. yീൽഡ് സ്ട്രെസ്സിനേക്കാളും ചെറിയ ഒരു സ്ട്രെസ് വാല്യൂ ആണ് എൻഡ്യൂറൻസ് ലിമിറ്റ് സ്ട്രെസ്. ആ ഒരു സ്ട്രെസ് വരെ വേരിയിങ് ലോഡിങ്ങിൻ്റെ കേസിൽ ഡക്റ്റൈൽ മെറ്റീരിയൽ സസ്റ്റെയിൻ ചെയ്യുള്ളൂ, ഫെയിൽ ചെയ്യാതിരിക്കുകയുള്ളൂ. ഇനി സ്ട്രെസ് കോൺസെൻട്രേഷനും കൂടി വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ കമ്പോണൻറ്റിൽ ഡക്റ്റൈൽ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വേരിയിങ് ലോഡ് ആക്ട് ചെയ്യുന്നൊരു കമ്പോണൻറ്റിൽ സ്ട്രെസ് കോൺസെൻട്രേഷന് ഉള്ള സാധ്യതകളും കൂടി ഉണ്ടെങ്കിൽ ഈ എൻഡുറൻസ് ലിമിറ്റിനേക്കാളും കുറേ കൂടിയും താഴ്ന്ന ഒരു ലിമിറ്റിലേക്ക് നമ്മൾ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ കൺസിഡർ ചെയ്തിട്ടാണ് അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ എഫക്റ്റ് ചെയ്യുന്നത് വേരിയിങ് ലോഡ്, ഫ്ലക്ച്വേറ്റിംഗ് ലോഡുകൾ ആക്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ദെൻ അവിടെ നമ്മൾ എൻഡ്യൂറൻസ് ലിമിറ്റ് സ്ട്രെസ്സിൽ കുറവ് വരുത്തിയിട്ടാണ് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യുന്നത്. ഇനി
പിന്നെ വരുന്നൊരു ടൈപ്പ് മെറ്റീരിയലാണ് ബ്രിട്ടിൽ മെറ്റീരിയൽ, റിജിഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ. ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിൽ സ്റ്റാറ്റിക് ലോഡിങ്ങിൽ തന്നെ സ്ട്രെസ് കോൺസെൻട്രേഷൻ എഫക്റ്റ് ചെയ്യും. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ബ്രിട്ടിൽ മെറ്റീരിയലാണ് അവിടെ ഉപയോഗിക്കണമെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ സ്റ്റാറ്റിക് ലോഡുകളാണ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കൂടി യൂസ് ചെയ്ത് അവിടുത്തെ ലോക്കലൈസ്ഡ് സ്ട്രെസ്സസ് അല്ലെങ്കിൽ മാക്സിമം ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്സുകൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യലൊക്കെയാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്തപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനോട് റിലേറ്റ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും സ്റ്റാറ്റിക് ലോഡിങ്ങും അതേപോലെ ബ്രിട്ടിൽ മെറ്റീരിയൽസും വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് വരുന്ന ഡക്റ്റൈൽ മെറ്റീരിയൽസ് വരുന്ന കേസ് അത് നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിന് പറയുന്നതിന് പകരം തന്നെ വേറൊരു ഫാക്ടറിലേക്ക് പോവും. ഓക്കെ, അപ്പോൾ ഫാറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്നുള്ള രീതിയിൽ KTF എന്ന് പറയുന്ന ഇത് തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറാണ്. ഇത് കൂടാതെ പുതിയൊരു ഫാക്ടർ തന്നെ നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. വേരിയിങ് ലോഡുകൾ ഡക്റ്റൈൽ മെറ്റീരിയലിൽ ആക്ട് ചെയ്യുന്ന കേസിൽ നമ്മൾ ഒരു ഫാറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറയുന്ന പുതിയൊരു ടേമിലേക്ക് തന്നെ നമ്മൾ പോവും. ഓക്കെ, അപ്പോൾ മിക്കവാറും ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ നമ്മളിപ്പോൾ തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേം വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ബ്രിട്ടിൽ മെറ്റീരിയൽസും സ്റ്റാറ്റിക് ലോഡിങ് കണ്ടീഷൻസും ആയിരിക്കും മിക്കവാറും വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് നെക്സ്റ്റ് ലെവൽ എത്തുമ്പോഴാണ് അത് കാണുക, ഫ്ലക്ച്വേറ്റിംഗ് ലോഡുകളും ഡക്റ്റൈൽ മെറ്റീരിയൽസും വരുന്ന കേസ്. ഓക്കെ, ഇതിന് മുമ്പ് നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ്സിൽ അത് ആഡ് ചെയ്ത് പറയുന്നത്. ദെൻ നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ നമ്മളിതുവരെ ചെയ്തു വന്നതിൽ മൂന്നാമത്തെ പ്രോബ്ലമാണ് ഇപ്പോൾ നോക്കുന്നത്. എ നോൺ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് supporting a load of 2.5 kN is shown in figure. The shaft is made of brittle material with an ultimate tensile strength of 300 megapascal. The factor of safety is 3. Determine the dimensions of the shaft. ചോദ്യം ഒന്നുകൂടി നോക്കാം. ഇവിടെ ആദ്യമേ തന്നെ നോൺ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ഒരു സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഷാഫ്റ്റ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഡൈനാമിക് കണ്ടീഷനിലേക്ക് പോവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ലോഡിങ്ങിലേക്ക് പോവും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റാറ്റിക് ലോഡിങ്ങിലേക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോൺ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ദെൻ അവിടെ ആക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് ലോഡ് ഇവിടെ മിഡിൽ സെക്ഷനിൽ ഷാഫ്റ്റിൻ്റെ മിഡിൽ സെക്ഷനിൽ ഒരു 2.5 kN ആണ് ആക്ട് ചെയ്യുന്നത്. ദെൻ മെറ്റീരിയൽ ബ്രിട്ടിലാണെന്നാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. കാസ്റ്റ് അയൺ ആണെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ബ്രിട്ടിൽ മെറ്റീരിയലാണ്. ദെൻ ബ്രിട്ടിൽ മെറ്റീരിയൽ ആകുമ്പോൾ ഫെയിലിയർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ്സാണ്. അതിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 300 MPa. ഓക്കെ, ദെൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി 3 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റാണ്. മിഡിൽ പോർഷനിൽ തിക്നെസ് കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ, റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സെക്ഷൻ്റെ ഡയമീറ്റർ D എന്ന് തന്നിട്ടുണ്ട്. ദെൻ ലാർജർ പോർഷൻ വരുന്ന ഡയമീറ്റർ അവിടെ നമുക്കിതൊരു പാരാമെട്രിക് വാല്യൂസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഓൾറെഡി ഉള്ള ഡയാമീറ്ററിൻ്റെ 1.1 ടൈംസ് ആണ് മിഡിൽ സെക്ഷനിൽ വരുന്ന ഡയാമീറ്റർ. അതേപോലെ ഓൾറെഡി ഉള്ള ഡയാമീറ്ററിൻ്റെ 0.1 ടൈംസ് ആണ് നമ്മുടെ ഫില്ലറ്റ് റേഡിയസ്. ഇത്രയും കാര്യങ്ങൾ ഡയമെൻഷൻസ് തന്നെ ഇവിടെ ഒരു പാരാമെട്രിക് എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ D എന്ന് പറയുന്ന ഡയാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷാഫ്റ്റിൻ്റെ ബാക്കിയുള്ള ഡയമെൻഷൻസ് എല്ലാം കണ്ടുപിടിക്കാം. ദെൻ ഇവിടെ കുറച്ച് ലെങ്ത്തുകൾ തന്നിട്ടുണ്ട്. ദെൻ ഈ ഒരു ഷാഫ്റ്റിൻ്റെ രണ്ട് എൻഡിലായിട്ട് സിംബോളിക്കായിട്ട് കാണിച്ചിട്ടുള്ളത് എന്താണ്? ഇത് ബിയറിങ്സ് ആണ്. ഓക്കെ, ഇവിടെ നോൺ റൊട്ടേറ്റിംഗ് ആണ്. ഇനി റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ സപ്പോർട്ട് എൻഡ് സപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ബിയറിങ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ബിയറിങ്ങുകളുടെ മിഡിലിൽ നിന്നാണ് നമ്മളിവിടെ ഡയമെൻഷൻസ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഒരു മിഡിൽ പോയിന്റിൽ നിന്ന്
ഫില്ലറ്റ് വരെയുള്ള ഭാഗത്ത് 350 mm. ദെൻ മിഡിൽ സെക്ഷൻ ഡയമീറ്റർ കൂടുതലുള്ള പോർഷൻ 300 mm ലെങ്ത് ആണുള്ളത്. ദെൻ ഈ ഒരു ഭാഗത്ത് 350 mm. അപ്പോൾ ലെങ്ത്തുകളെല്ലാം MM-ലാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയമീറ്റർ നമ്മൾ MM-ൽ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ദെൻ നമുക്കിത് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ ഗിവൺ ഡാറ്റ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഇതിൻ്റെ ഫിഗർ തന്നെയാണ്. അതൊന്ന് റീഡ്രോ ചെയ്യുക. ദെൻ ലോഡ് 2.5 kN എന്ന് പറയുന്നൊരു പോയിൻ്റ് ലോഡ് മിഡിൽ സെക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ് വാല്യൂ 300 MPa എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഫാക്ടർ ഓഫ് സേഫ്റ്റി 3 ആണ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ സോൾവ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ്, വി ആർ കാൽക്കുലേറ്റിംഗ് ദി പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ്. ഇതിന് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ്. നമുക്ക് ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ് തന്നിട്ടുണ്ട്, അതേപോലെ നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റിയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അലൗബിൾ സ്ട്രെസ് അതിൽ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് അൾട്ടിമേറ്റ് സ്ട്രെസ് 300 MPa ആണ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി 3 ആണ്. അപ്പോൾ അലൗബിൾ സ്ട്രെസ് നമ്മുടെ കമ്പോണൻറ്റിൽ നമ്മൾ മാക്സിമം അലോ ചെയ്യുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്നുള്ളത് 100 Nm/mm² ആണ്. അതിൻ്റെ കൂടുതൽ സ്ട്രെസ് അവിടെ ഇൻഡ്യൂസ്ഡ് ആവാൻ പാടില്ല എന്ന് നമ്മളാണ് ലിമിറ്റ് ചെയ്യുന്ന ഈ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രെസ്സിൻ്റെ വാല്യൂ 100 Nm/mm² ആണ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്, കാൽക്കുലേഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിൽ എവിടേക്കാണ് സ്ട്രെസ്സസ് ഇൻഡ്യൂസ് ആവുന്നത്, മാക്സിമം സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആവുന്ന ആ ഒരു സെക്ഷനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അപ്പോഴാണ് നമുക്കിതിൻ്റെ ഫെയിലിയർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കിതുപോലെ ഒരു ബീം, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോഴത്തേക്കും ഒരു പോയിൻ്റ് ലോഡ് മിഡിൽ ആക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് എൻഡിൽ നമുക്ക് ഒരു സപ്പോർട്ട് രണ്ട് എൻഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീം നേരെ താഴത്തോട്ട് ഇങ്ങനെ ബെൻഡ് ആവാനാണ് സാധ്യത. അപ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ ഇതിൻ്റെ മിഡിൽ പോർഷനിലാണ്, മിഡിൽ സെക്ഷനാണ് ഏറ്റവും കൂടുതൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബെൻഡിങ് ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഷാഫ്റ്റിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഒരു ബെൻഡിങ് സ്ട്രെസ് ആയിരിക്കും. അതിൻ്റെ വാല്യൂ ഏറ്റവും മിഡിൽ സെക്ഷനിൽ ഡിഫ്ലക്ഷൻ കൂടുതലായത് കാരണം ആ ഒരു സെക്ഷനിലാണ് ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു പോർഷൻ, അല്ലെങ്കിൽ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ദെൻ ഇതിലൊരു ഫില്ലറ്റഡ് പോർഷൻ കൂടിയുണ്ട്. രണ്ട് ഭാഗത്തായിട്ട് ഫില്ലറ്റ് ഉണ്ട്. അവിടെയും എന്തുണ്ടാവാം, സാധാരണഗതിയിലുള്ള ഒരു നോമിനൽ സ്ട്രെസ് നമുക്ക് അവിടെ ഒരു ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ അവിടെ ഒരു റിഡക്ഷൻ ഇൻ ക്രോസ് സെക്ഷണൽ ഏരിയ വരുന്ന കാരണം നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി നമുക്കിവിടെ നോക്കണം. ഇതൊരു ബ്രിട്ടിൽ മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് ലോഡിങ്ങും ബ്രിട്ടിൽ മെറ്റീരിയലും കൂടി വരുന്ന കേസിൽ നമുക്ക് എന്തായാലും സ്ട്രെസ് കോൺസെൻട്രേഷൻ അവിടെ വാലിഡ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്സും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കിതൊരു നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സിമെട്രിക് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. ഓക്കെ, ഇവിടെ ഒരു വൈ ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ആക്സിസ് ഇവിടെ മിഡിൽ കൺസിഡർ ചെയ്താൽ ആ ഒരു ആക്സിസിന് സിമെട്രിക് ആയിട്ടാണ് ലെഫ്റ്റ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യമുള്ളത്, നമ്മുടെ ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് 2.5 kN എന്ന് പറയുന്ന പോയിൻ്റ് ലോഡിന് നമുക്ക് ഈക്വലായിട്ട് രണ്ട് ബിയറിങ്ങിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ബിയറിങ്ങിലുമുള്ള ഒരു റിയാക്ഷൻ ലോഡ് എന്ന് പറയുന്നത് 1.25 kN എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഈ ഒരു ലോഡിങ് കാരണം നമുക്ക് രണ്ട് ക്രിട്ടിക്കൽ സെക്ഷൻസ് ആണ്. സിമെട്രിക് ആയത് കാരണം ഒരു മിഡിൽ സെക്ഷനും ദെൻ ഏതെങ്കിലും ഒരു ഫില്ലറ്റ് സെക്ഷൻ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സിമിലർ തന്നെയാണ് അടുത്തൊരു സെക്ഷനും. അപ്പോൾ രണ്ട് ക്രിട്ടിക്കൽ സെക്ഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വരിക. അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു കമ്പോണൻറ്റിൻ്റെ ഡിസൈൻ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ആദ്യത്തേത് ഇതിൻ്റെ മിഡിൽ സെക്ഷനാണ്, അവിടെ ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ബെൻഡിങ് സ്ട്രെസ് ഉണ്ട്. ദെൻ അതേപോലെ ഫില്ലറ്റ് സെക്ഷൻ, അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷനും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് എത്രത്തോളം ഉണ്ട്. ഇത് രണ്ടും
ഈ രണ്ട് സെക്ഷനിലെയും ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്സുകൾ കണ്ടുപിടിച്ചതിന് ശേഷം ഏത് സെക്ഷനിലാണോ കൂടുതൽ സ്ട്രെസ് ഉള്ളത് അവിടെയാണ് ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ആ ഒരു ഫെയിലിയർ ഒഴിവാക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്താൽ നമ്മുടെ മൊത്തം കമ്പോണൻറ്റ് സേഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മിഡിൽ സെക്ഷനാണ്. നമ്മുടെ ഷാഫ്റ്റിൻ്റെ മിഡിൽ സെക്ഷൻ, അവിടെയാണ് ഡിഫോർമേഷൻ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഫെയിലിയർ ഒഴിവാക്കണം. അപ്പോൾ അവിടെ എത്ര ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവണോ എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പൊക്കെ നിങ്ങൾ മുമ്പത്തെ സെമസ്റ്ററുകളിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഒക്കെ പഠിക്കുമ്പോൾ അവിടെ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സിമെട്രിക് ആയിട്ട് ഉള്ള ഒരു ഫിഗർ അല്ലെങ്കിൽ നമുക്കുള്ള ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു സെക്ഷൻ കൺസിഡർ ചെയ്ത് അതിൻ്റെ ഒരു സൈഡിലേക്ക്, ഇപ്പോൾ ഇവിടെ ബെൻഡിങ് ആണ്, അപ്പോൾ ഏതെങ്കിലും ഒരു പോർഷനെ എടുക്കുകയുള്ളൂ. ആ ഒരു സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കാം, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളും മൊമെൻറ്റുകൾ, അതുകൊണ്ടുള്ള മൊമെൻറ്റുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ ആ ഒരു പോർഷൻ്റെ റൈറ്റ് സൈഡ് എടുക്കാം, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളും ആ ഫോഴ്സുകൾ കാരണമുള്ള മൊമെൻറ്റുകൾ. അങ്ങനെയാണ് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ്, റിസൾട്ടൻ്റ് ആയിട്ടൊരു ബെൻഡിങ് മൊമെൻറ്റും അത് കാരണം ഉണ്ടാകുന്ന ബെൻഡിങ് സ്ട്രെസ്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മിഡിൽ സെക്ഷൻ എക്സ് എന്ന് പറയുന്നൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇവിടെ പ്രത്യേകിച്ച് മൊമെൻറ്റുകളൊന്നും ഉണ്ടാക്കില്ല. ഈ മിഡിൽ പോയിന്റിൽ ഒരു 2.5 kN ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അത് നമ്മളിവിടെ കാണിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അതവിടെ ആ സെയിം സെക്ഷനിൽ തന്നെ ആയ കാരണം അതിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. ദെൻ അവിടെ റിയാക്ഷനായിട്ട് 1.25 kN ആക്ട് ചെയ്യുന്നുണ്ട്, അതിനാണ് ഈ ഒരു സെക്ഷനിൽ എഫക്റ്റ് ഉള്ളത്. അതേപോലെ ഈ ഒരു മിഡിൽ സെക്ഷൻ്റെ കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മൊത്തം ഷാഫ്റ്റിനും ഈ ലാർജർ സെക്ഷൻ്റെ അത്രയും ഡയാമീറ്റർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു റെഡ്യൂസ്ഡ് പോർഷനും ഫില്ലറ്റ് സെക്ഷനൊന്നും വരുന്നത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യണില്ല, അത് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ലാർജർ പോർഷൻ്റെ 1.1 D, സ്മോൾ d എന്ന് പറയുന്ന ഡയാമീറ്റർ ആണ് മൊത്തം ഈ ഒരു ഷാഫ്റ്റിനുള്ളത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലുണ്ടാകുന്ന ബെൻഡിങ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾ ഓൾറെഡി ബെൻഡിങ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. M/I = σb/y. ക്യാപിറ്റൽ M എന്നുള്ളത് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ആണ്. ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദെൻ I എന്നുള്ളത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു സെക്ഷൻ്റെ, അതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഷേപ്പിനനുസരിച്ചുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ബെൻഡിങ് സ്ട്രെസ്സ് എത്രയാണ്, അതേപോലെ Y എന്നുള്ളത് ഇതിൻ്റെ സെൻറ്റർ ലൈനിൽ നിന്നും ഏറ്റവും ഔട്ടർ പെരിഫറിയിലുള്ള ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ്, Y എന്ന് പറയുന്ന വാല്യൂ അതാണ്. അപ്പോൾ ഇവിടെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയസ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഡയാമീറ്ററിൻ്റെ ഹാഫായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ബെൻഡിങ് ഇക്വേഷൻ നമുക്ക് ബെൻഡിങ് സ്ട്രെസ് എത്രയാണ് വരിക എന്നുള്ള രീതിയിൽ റീറൈറ്റ് ചെയ്യാം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബെൻഡിങ് സ്ട്രെസ് σb = M/I × Y. ഇതിൽ I എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, സർക്കുലർ സെക്ഷൻ്റെ കേസിൽ I എന്ന് പറയുന്ന വാല്യൂ ഇങ്ങനെയാണ് വരിക, πd⁴/64. അപ്പോൾ ഇവിടെ നമുക്ക് ഡയാമീറ്റർ, ലാർജർ സെക്ഷൻ്റെ ഡയാമീറ്റർ 1.1 D എന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിച്ചിട്ടുള്ളത്. ദെൻ Y എന്ന് പറയുന്നത് ഡയാമീറ്ററിൻ്റെ ഹാഫാണ്, അതല്ലെങ്കിൽ അവിടുത്തെ റേഡിയസ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 1.1 D/2 എന്നാണ് അത് വരിക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും, 32 M/π 1.1 D³ ദെൻ മൊമെൻറ്റ്, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ. ഇവിടെ നമുക്ക് ഫോഴ്സ്, ഇതാണ് നമ്മുടെ ഫോഴ്സ്, റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ബിയറിങ്ങിനെ നമ്മൾ ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ട് ഈ ഒരു ബീമിനെ ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. ദെൻ ഈ ഒരു ലോഡ് കാരണം ഇത് മുകളിലേക്ക് ബെൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ബിയറിങ്ങിനെ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കാം. ഓക്കെ, ബിയറിങ് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡ് ഫിക്സ് ചെയ്തു. നമ്മൾ ഇനീഷ്യൽ ഫിഗറിൽ 2 എൻഡുകളിൽ നമുക്ക് ഫിക്സ്ഡ് ആണ് ബിയറിംഗ് ഉള്ള കാരണം. ദെൻ മിഡിൽ പോർഷനാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ
ഏത് സെക്ഷനാണോ കൺസിഡർ ചെയ്യുന്നത് ആ സെക്ഷൻ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് എൻഡാണ് റിയാക്ഷൻ ഫോഴ്സ് കാരണം ഡിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബിയറിംഗ് ഒഴിവാക്കിയിട്ട് ഈ ഒരു എൻഡ് എത്രത്തോളം മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും, അത് കാരണം എത്ര ബെൻഡിങ് സ്ട്രെസ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറയുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫോഴ്സ്. ദെൻ ആ ഫോഴ്സിലേക്കുള്ള നമ്മുടെ സെക്ഷനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 350 + 150 mm. അപ്പോൾ ടോട്ടല് 500 mm എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ബെൻഡിങ് മൊമെൻ്റ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത് 1250 × 500. ഓക്കെ, ദെൻ ബാക്കിയുള്ള നമ്മുടെ നോൺ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് സ്മോൾ ഡി ഇവിടുത്തെ റെഡ്യൂസ്ഡ് സെക്ഷൻ്റെ ഡയമീറ്ററിൻ്റെ ബേസിൽ നമുക്കൊരു ബെൻഡിങ് സ്ട്രെസ് ഒരു ഇക്വേഷനായിട്ട് കിട്ടി. ഓക്കെ, അത്രയും Nm/mm². ഇതാണ് നമ്മുടെ മിഡിൽ സെക്ഷനിൽ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ. ദെൻ നമ്മൾ അടുത്ത ഒരു സെക്ഷൻ നമ്മുടെ ഫില്ലറ്റ് സെക്ഷൻ്റെ കേസാണ് ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒറ്റ ഷാഫ്റ്റിൽ തന്നെ 2 ഭാഗത്ത് ഫില്ലറ്റ് സെക്ഷൻസ് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ട് അവിടുത്തെ ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഒരു പർട്ടിക്കുലർ സെക്ഷൻ കൺസിഡർ ചെയ്തു, ആ ഒരു ഭാഗം നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് വിചാരിച്ചു. ദെൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ നോക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ലോഡുകളും അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആകെ കൂടി ഒരു റിയാക്ഷൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫോഴ്സ് ഇൻറ്റു ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ബെൻഡിങ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഈ ഒരു സെക്ഷൻ ഫില്ലറ്റഡ് സെക്ഷനാണ്, അതേപോലെ ഒരു റിഡക്ഷൻ ഏരിയയിൽ റിഡക്ഷൻ വരുന്ന ഭാഗമായതുകൊണ്ട് അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു നോമിനൽ ബെൻഡിങ് സ്ട്രെസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടി കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ഒരു മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എന്നുള്ള രീതിയിലേക്ക് മാഗ്നിഫൈ ചെയ്ത് കിട്ടുന്നൊരു വാല്യൂ കൂടി കണ്ടുപിടിച്ചാലാണ് ഇത് കുറേ കൂടി റിയലിസ്റ്റിക് വാല്യൂയിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നോമിനൽ ബെൻഡിങ് സ്ട്രെസ് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ ചെയ്ത പോലെ തന്നെയാണ് നോമിനൽ ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കുന്നത്. ബെൻഡിങ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് M/I × Y എന്നുള്ള ഇക്വേഷൻ കിട്ടി. ദെൻ ഈ ഒരു കേസിൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I എന്ന് പറയുന്ന വാല്യൂ πd⁴/64 ഈ ഒരു റെഡ്യൂസ്ഡ് സെക്ഷൻ്റെ ഡയാമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണ് എഴുതിയിട്ടുള്ളത്. അതേപോലെ ഈ ഒരു പർട്ടിക്കുലർ ഡയാമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Y വാല്യൂ ഇതിൻ്റെ സെൻട്രൽ ലൈനിൽ നിന്ന് ഔട്ടർ ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ d / 2. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോമിനൽ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഒരു വാല്യൂ ഇങ്ങനെ കിട്ടും 44,58,598.726 / d³. ഓക്കെ, അത്രയും Nm/mm². ദെൻ നമ്മളിവിടെ ഇനി സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കൂടി കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റ ബുക്ക് റെഫർ ചെയ്യണം. ഡാറ്റ ബുക്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ് ഇൻ ബെൻഡിങ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഡാറ്റ ബുക്കിൽ പേജ് നമ്പർ K മഹാദേവൻ ഡാറ്റ ബുക്കിൽ 43 എന്ന് പറയുന്ന പേജിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള ഒരു റെഫറൻസ് ഫിഗർ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് തന്നിട്ടുള്ള ഫിഗറും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് അവിടുത്തെ ഗ്രാഫിലൊക്കെ അവർ ഉപയോഗിച്ചിരിക്കുന്ന നൊട്ടേഷൻസ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ അവർ ലാർജർ പോർഷൻ്റെ ഡയമീറ്റർ D ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കേസിൽ അത് 1.1 × സ്മോൾ d ആണ്. സ്മോളർ സെക്ഷൻ്റെ ഡയമീറ്റർ D രണ്ട് കേസിലും സെയിം തന്നെയാണ്. ദെൻ ഇവിടെ ഒരു ഫില്ലറ്റ് റേഡിയസ് R ഉണ്ട്. നമ്മുടെ കേസിൽ അത് 0.1 × R ആണ്. ബെൻഡിങ് മൊമെൻറ്റിന് അവർ M തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ D/D D/സ്മോൾ ഡിയും സ്മോൾ r/സ്മോൾ d റേഷ്യോസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കേസിൽ D എന്ന് പറയുന്നത് 1.1 × സ്മോൾ d ആണ് / സ്മോൾ d തന്നെ. അപ്പോൾ ആ ഒരു റേഷ്യോ 1.1 എന്ന് കിട്ടും. അതേപോലെ ഫില്ലറ്റ് റേഡിയസ് / സ്മോൾ d എന്ന് പറയുന്ന റേഷ്യോ 0.1 × സ്മോൾ d / സ്മോൾ d which is equal to 0.1. അപ്പോൾ രണ്ട് റേഷ്യോസ് നമുക്ക് കിട്ടി. ദെൻ നമുക്ക് ഗ്രാഫ് റെഫർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്.
ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി എന്ന് പറയുന്ന റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ദെൻ ആർ ബൈ ഡി എന്ന് പറയുന്ന സ്മോൾ ആർ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി എന്ന് പറയുന്ന റേഷ്യോ ഇവിടെ എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ വൈ ആക്സിസിൽ നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യൂസ് കാണാൻ പറ്റും. അപ്പോൾ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി വാല്യൂ നമുക്ക് 1.1 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 1.1 എന്ന് പറയുന്ന വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കർവ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ കേസിലുള്ള കർവ്. അതേപോലെ ആർ ബൈ ഡി വാല്യൂ നമുക്ക് 0.1. ഇവിടെ 0 കഴിഞ്ഞാൽ ഒരു 5 കോളംസ് കഴിയുമ്പോഴാണ് 0.05 വരുന്നത്. വീണ്ടും ഒരു 5 കോളംസ് കഴിയുമ്പോൾ 0.1. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ് വാല്യൂ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 1.1 എന്ന് പറയുന്ന കർവിന് കറസ്പോണ്ടിങ് അതിൽ കോയിൻസൈഡ് ചെയ്യുന്നൊരു പോയിന്റ് കിട്ടും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1.6 എന്ന് പറയുന്നതിൻ്റെ തൊട്ട് താഴെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വൈ ആക്സിസിൽ 1 കഴിഞ്ഞാൽ 2 റോ കഴിയുമ്പോഴാണ് 1.1 ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 1.05. അപ്പോൾ 0.5 എന്നുള്ളതാണ് ഒരു റോ വരുന്ന വാല്യൂ. അപ്പോൾ ഇവിടെ 1.5 കഴിഞ്ഞാൽ ഇവിടെ 1.55 ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 1.6. അപ്പോൾ നമ്മുടെ കേസിൽ 0.1 എന്ന് പറയുന്ന വാല്യൂ ഈ 1.1 എന്ന് പറയുന്ന കർവുമായിട്ട് ജോയിൻ ചെയ്യുന്നത് 1.6 എന്ന് പറയുന്ന വൈ വാല്യൂവിൻ്റെ കുറച്ച് താഴെയായിട്ടാണ്. ഓക്കെ, അപ്പോൾ 1.55ൻ്റെയും 1.6ൻ്റെയും ഇടയിലുള്ളൊരു വാല്യൂ ആണ്. ദെൻ നമുക്കത് അസ്യൂം ചെയ്യാം ഒരു 1.58 ആണ്. ഏകദേശം നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു വാല്യൂ 1.58 എന്നുള്ളതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സോ അതുപയോഗിച്ചിട്ട് നമ്മൾ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഫില്ലറ്റ് സെക്ഷനിൽ ഉണ്ടാകുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് ആ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, 70,44,585.987 ഡിവൈഡഡ് ബൈ ഡി ക്യൂബ്. നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോവാണ്. നമുക്ക് ഷാഫ്റ്റിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യമേ തന്നെ സ്മോൾ ഡയാമീറ്റർ സ്മോൾ ഡി നമ്മൾ ഓൾറെഡി ബെൻഡിങ് സ്ട്രെസ്സുകൾ ഈ ഒരു ഡയമീറ്ററിൻ്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ സ്മോൾ ഡി എന്ന് പറയുന്ന ഡയമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 സെക്ഷൻസിലാണ്, അല്ലെങ്കിൽ 2 ക്രിട്ടിക്കൽ സെക്ഷൻസ് ആയിരുന്നു. ഒന്ന് സെൻറ്റർ ഓഫ് ദ സ്പാൻ, അതേപോലെ ഫില്ലറ്റ് സെക്ഷൻ. ഇങ്ങനത്തെ ക്രിട്ടിക്കലായിട്ടുള്ള 2 സെക്ഷൻസ് വെച്ചിട്ടുള്ള ബെൻഡിങ് സ്ട്രെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു 2 ബെൻഡിങ് സ്ട്രെസ് വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡിനോമിനേറ്ററിൽ ഒരേപോലത്തെ ഡി ക്യൂബ് എന്ന് പറയുന്ന ഒരു പാരാമീറ്ററാണ്. ന്യൂമറേറ്ററിൻ്റെ ഒരു വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയാണ് കൂടുതൽ ബെൻഡിങ് സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടി വരുന്ന കാരണം നമുക്ക് ഫില്ലറ്റ് സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ ബെൻഡിങ് സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഏത് ഡയമീറ്റർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് ആ ഒരു റിസൾട്ടൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ കൂടുതൽ എപ്പോഴും വരുന്നത് ഫില്ലറ്റ് സെക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫില്ലറ്റ് സെക്ഷൻ സേഫ് ആവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്താൽ നമ്മുടെ ഷാഫ്റ്റ് മൊത്തത്തിൽ സേഫ് ആവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കൊരു അലൗബിൾ സ്ട്രെസ് നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ഫില്ലറ്റ് സെക്ഷനിലെ മാക്സിമം ഇൻഡ്യൂസ്ഡ് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു അലൗബിൾ സ്ട്രെസ് അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടുത്തെ മാക്സിമം ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള അലൗബിൾ സ്ട്രെസ്സിൻ്റെ അത്രേ വരാൻ പാടുള്ളൂ. അപ്പോൾ അത്രയും സ്ട്രെസ്സിലേക്ക് ലിമിറ്റ് ചെയ്യാൻ എത്ര ഡയാമീറ്റർ വേണം എന്നുള്ളത് നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. 41.3 mm എന്നുള്ളതാണ് നമ്മുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്മോൾ സെക്ഷൻ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സെക്ഷൻ്റെ ഡയാമീറ്ററിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ദെൻ ഈ ഒരു ഡയാമീറ്ററിൻ്റെ ടേംസിൽ നമുക്ക് ലാർജർ പോർഷൻ്റെ ഡയാമീറ്ററും അതുപോലെ ഫില്ലറ്റ് റേഡിയസും നമുക്ക് പ്രൊപ്പോർഷൻസ് ഉള്ളത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാർജർ സെക്ഷൻ്റെ ഡയാമീറ്റർ നമുക്ക് 45.43 mm എന്നും ഫില്ലറ്റ് റേഡിയസിൻ്റെ വാല്യൂ 4.13 mm എന്നും കിട്ടി.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ഈ ഒരു പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യാനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഗൂഗിൾ ക്ലാസ് റൂമിൽ സ്കാൻ ചെയ്ത് അസൈൻമെൻ്റായിട്ട് അപ്ലോഡ് ചെയ്യാം. ദെൻ സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇനീഷ്യലി നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ ആക്സിയൽ ലോഡുകൾ ആക്ട് ചെയ്യുന്ന ഒരു കേസാണ് കണ്ടത്. ദെൻ ഇന്ന് കണ്ട പ്രോബ്ലത്തിൽ ബെൻഡിങ് ലോഡുകൾ, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പർട്ടിക്കുലർ കേസിൽ ഒരു ബെൻഡിങ് ലോഡ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതേപോലെ ടോർഷൻ ആക്ട് ചെയ്യുന്ന കേസിലും ഉള്ള ഗ്രാഫുകളൊക്കെ ഡാറ്റ ബുക്കിലുണ്ട്. അപ്പോൾ പല പല കോൺഫിഗറേഷൻസിനനുസരിച്ചും ലോഡിനനുസരിച്ചും ഒക്കെ എങ്ങനെയാണ് ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ്, അതേപോലെ അതിനെ ഓവർകം ചെയ്യാവുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മളൊരു ഡയമീറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ പല പല പ്രോബ്ലംസ് നമുക്ക് പലയിടത്തുനിന്നായിട്ട് കാണാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുക, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.